നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് പടം കാണാൻ. ആദ്യ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നെഗറ്റീവ് വന്ന് അത് കുറച്ച് താന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ലിജോ എന്ന ഡയറക്ടറിനെ എല്ലാവരും ഇട്ട് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ് സിനിമയിൽ എന്നുള്ളത്? എന്താണ് ബാലു എന്ന സിനിമയിൽ ഡയറക്ടർ മുന്നോട്ട് വരുന്നത്? ഇത് ഇപ്പോ നമ്മൾ വളരെ കൃത്യമായിട്ട്, അതായത് ഈ ലാലേട്ടനെ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ്, ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള്, അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അയാൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് പീസ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ളൊരു തോന്നലല്ല അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തില് മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത്. അപ്പോൾ അതിന് എല്ലാം ചേർന്ന് വന്നു. ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പിൽ എനിക്ക് തോന്നുന്നു, അതായത് ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസിൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായ കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കിത്. അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തിൽ എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അതാണ് ബാലുവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഏതാണ് മനം മടുത്തുന്നല്ല, ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട്. അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായി ഇട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും അത് ബിലീവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും മനസ്സിലെടുത്തു. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഇതിന് പുറകിൽ അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല. അതൊരിക്കലും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ഇത് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് അത് അറിയേണ്ട കാര്യം പോലുമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ എൻറ്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സ് മടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. ഡബിൾ ബാരലിന് ശേഷം ലിജി ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അതിനുശേഷമുള്ള ചിത്രങ്ങള് ചെറിയ ബഡ്ജറ്റില് ചെറിയ ആർട്ടിസ്റ്റുകളെ പുതുമുഖങ്ങളൊക്കെ വെച്ച് തേർഡ് ക്ലാസ് ഫിലിം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു. ഇപ്പോഴും വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയോ മനസ്സിൽ? അല്ല, അങ്ങനെയല്ല. അതായത് നമ്മളൊരു സിനിമ കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രൊജക്റ്റിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പൊ അതില് ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടയോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല. അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇവോൾവ് ആയിട്ട് പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി, അതായത് ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിക്കിൽ നിന്ന് കുറച്ചൊന്ന് മാറി ഒരു പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ, വേറെ ഒരു പൊളിറ്റിക്സും ആലോചിക്കാതെ, ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ, അതിനുവേണ്ടി തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വട്ടവലി അല്ല. ഓക്കെ സർ, ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കൂടുതൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള റിവ്യൂവിനെ വിലയിരുത്തിയിട്ടായിരിക്കും രണ്ടാം ഭാഗം മേക്കിംഗ് വരിക, അല്ലെങ്കിൽ സാർ ഓൾറെഡി മനസ്സിൽ കൺസീവ് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും വരിക? അല്ല, ആദ്യം തന്നെ ഇത് കണ്ടല്ലോ ജീവിക്കും, എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പായിട്ടും നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ്. അത് ഒരു ഓൺഗോയിങ് പ്ലാൻ ആണ്. പക്ഷെ ഇത്
ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനത്തെ എന്ത് സാഹചര്യം കൺസിഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഇത്തരം സിനിമകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിനുള്ള ചില സിനിമകൾ പ്രേക്ഷകരെ എത്തുന്ന ഇപ്പം കാലഘട്ടത്തിന്റെ ഒരു സിനിമയാണ് അല്ലെ, ലിജോയുടെ ഒരു സിനിമയാണ് എങ്കിലും ഇതിനകത്ത് ഒരു ഫയൽമാനാണ് അല്ലെ, ഫയൽമാന്റെ ഇപ്പൊ നടന്നു വരുന്ന ക്ഷീണം ഒരു തോക്കും എടുത്ത് വെടിവെച്ച് നടന്നാലേ സിനിമ വിജയിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ വന്നു തുടങ്ങി. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ വേഗത, നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ഒരു ഇഷ്യൂ കൂടിയായിരിക്കണം. നമ്മള് ഈ സേ ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റോ കൂടുതൽ നമ്മുടെ ഫോക്കസ് നിൽക്കുന്നില്ല. നമ്മൾ റീൽസ് അടുത്തേക്ക് പോകണം. നമുക്ക് ആ അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വാലിബൻ. വാലിബൻ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട സിനിമയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ 10, 20, 30 കട്ട്സ് ഒരു 5 സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേഗത നമ്മുടെ സിനിമയ്ക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഇരുന്നൊരു കഥ പറയുന്നതിന്റെ സുഖമുണ്ട് അതിൽ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഓഡിയൻസ്. ഫസ്റ്റ് ഹാഫ് ആയിട്ട് 5 മിനിറ്റ് ആ ഒരു സെറ്റിംഗിലേക്ക് കയറാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പോഴും സെക്കൻഡ് ഹാഫ് ശരിക്കും അതിന്റെ ഫസ്റ്റിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ട്രെയിനിന്റെ പോർഷൻസും കാര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സ് വെച്ചിട്ട് സ്റ്റോറിയൊക്കെ എനിക്ക് ഒരു മേഖലയിൽ അറിയണമെന്ന് വെച്ചിട്ടാണ്. പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടും അതേപോലെ ഇപ്പോൾ വിഷ്വലെ കുറിച്ച് ഭയങ്കര ഒരു രീതിയിൽ പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്ന് റീച്ചേണ്ടതിന് അറിയണമെന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ വെച്ചാൽ ഈ പടത്തിന്റെ കാസ്റ്റ് ഇപ്പൊ ലാലേട്ടനുണ്ട്, ലാലേട്ടൻ ബാക്കി എല്ലാവരും ഇപ്പൊ ഡാനിഷ് ആയിട്ടുണ്ട് പെർഫോമൻസ്, അതേപോലെ ലാലേട്ടൻ അനിയായിട്ട് അഭിനയിച്ചത് ഈ ആക്ടേഴ്സിനൊക്കെ ഒരു ഫിറ്റ് ചെയ്ത ഒരു പ്രോസസ് ഉണ്ടാവും. എങ്ങനെയാണ് പ്രത്യേകിച്ച് ഡാനിഷ് ആയിട്ട് നമുക്ക് വേറൊരു ഫോർമാറ്റാണ് അറിയാവുന്നത്. അപ്പൊ അത് പടത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നി. ഇത് പറയണത് ഒരു കാരണം ആൾക്കാർ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം. ഓക്കെ, ഇത് ഈ ഫിലിമിന്റെ കാസ്റ്റിംഗ് നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഇന്ത്യൻ സ്വഭാവം, അതായത് പലതരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മുഖങ്ങൾ വേണമെന്നും ഒരാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡാനിഷ് സൈറ്റിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ആക്ടറുടെ കാലിബറിൽ 100% വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ അതിലേക്ക് വന്നത്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹി വിൽ ടേൺ ഔട്ട് ഇൻ ടു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി. അത്രയും കാലിബറുള്ളൊരു ആക്ടറാണ്. ബാക്കി അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സഞ്ജന തേനമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദിസ്. പിന്നെ സൊനാലി വന്നിരിക്കുന്നു. സൊനാലി ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ കൺട്രി. അപ്പൊ നമ്മൾ അതുപോലുള്ള ഏറ്റവും ഹാൻഡ് പിക്ഡ് എലമെന്റ്സ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മനോജ് ചിന്നപ്പയ്യനെ അവതരിപ്പിക്കുന്ന, അയ്യനാരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഹരീഷ് പേരടി ചേട്ടൻ എന്തൊരു മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. സോ നമ്മൾ ഒരു ദിവസത്തെ അഭിപ്രായത്തിൽ മൊത്തം എല്ലാത്തിനെയും മുക്കിക്കളയരുത്. ഇതിന് പുറകില് പോയിരിക്കുന്ന ഇപ്പൊ മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ആർട്ട് വർക്ക്, എത്ര മാസീവ് എഫേർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോന്നും സൗണ്ടിനും മ്യൂസിക്കിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിരിക്കുന്നത്. മ്യൂസിക്കിനെ പറ്റി പ്രത്യേകത ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം, പ്രശാന്തിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള 2 പേര് കൂടി, ഒന്ന് ശ്രീറാഗും രാകേഷ്. Prashant is here. You speak about music. Prashant is here. I mean, he just came for the film release. Yeah, so I'll try to speak as much as in Malayalam. Film and actually discussions were, was a very, very long process. Almost a year and a half back. Film start and start to finish is 1 year, but actually film and the entire discussions for music and whatnot started almost 1.5 years back. The amount of detailing that Lijo has for the sound of the cinema, the music of the cinema, is what makes working with Lijo fun. But the score and the design, sound and the design, the way it is treated, the way the space has been given for all these characters, for the setting, for the background elements, even
you have seen some shots where just moon is there on the screen for quite some time. And the reason for all that, where it didn't have music or where it has music, is that he's trying to set the tone of the film without, someone asked spoon feeding into it. So the idea being that you have to enjoy the cinema as a completely unbiased, fresh audience with a fresh mind. You have to watch it. Idinte sound design, music design. When I'm saying sound design, it's more about music. So music also, we took almost around 8-9 months to arrive at what is the sound that will define this cinema. In fact, film mixing in almost 30 days munne nammal sound define cheythu film. Idu athrim kaalam nammal we were experimenting a lot of sounds. There's a lot of music recorded all over India. We also had some musicians from Bali, from Colorado. I was in Canada at this time. So a lot of refining has been done. About when you see people reacting to other people's negative opinion and just shunning away the film, it feels sad. And I think so. Thanks to Lijo for putting this press meet for you all to just share his mind and tell why it's important to watch a cinema with open mind. Thank you. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.